ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടേക്റ്റിപ്സ് കുക്കിങ്ങിലോട്ട് വീണ്ടും സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് കരുതുന്നു, സേഫായിട്ടിരിക്കണമെന്ന് കരുതുന്നു. അപ്പോൾ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ഈവനിങ് സ്നാക്കായിട്ട് അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റായിട്ട് കഴിക്കാൻ പറ്റുന്ന പലഹാരമാണ്. നമുക്ക് വേഗത്തിൽ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരം കൂടിയാണിത്. നമ്മുടെ സ്റ്റഫ്ഡ് പൊറോട്ടയൊക്കെ പോലിരിക്കുന്ന ഏകദേശം ഒരു പലഹാരമാണിത്. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. വേഗം തന്നെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ആദ്യം വേണ്ടത് ഒരു കപ്പ് മൈദയാണ്. മൈദ താല്പര്യമില്ലാത്തവരാണെങ്കിൽ ഒരു കപ്പ് ഗോതമ്പ് പൊടി ചേർത്താൽ മതിയാവും. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് ആവശ്യത്തിന് ഉപ്പാണ് ചേർക്കേണ്ടത്. ഉപ്പ് ചേർത്തതിന് ശേഷം 1 ടീസ്പൂൺ പഞ്ചസാരയിലേക്ക് ചേർക്കാം. പിന്നെ വേണ്ടത് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ്. ഇതെല്ലാം ചേർത്തതിന് ശേഷം ഒരു സ്പൂൺ കൊണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം തന്നെ. അതിനുശേഷം നമ്മൾ സാധാരണ ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അതിനുശേഷം ഇതിലോട്ട് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്നുകൂടി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇനി നമുക്കിതൊരു 15 മിനിറ്റോളം ഒന്ന് അടച്ചു വയ്ക്കാം. ഇനി നമുക്ക് അതിലോട്ട് സ്റ്റഫ് ചെയ്യേണ്ട മസാലയാണ് തയ്യാറാക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം ചൂടാക്കിയതിന് ശേഷം ഒരു ടേബിൾ സ്പൂണോളം ബട്ടർ നമുക്ക് ഇതിലേക്ക് ചേർക്കാം. ഇനി അതിലോട്ട് ഒരു സവോള ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ചെറുതായിട്ടൊന്ന് വഴറ്റി കഴിയുമ്പോഴേക്കും നമുക്ക് അതിലോട്ട് ഒരു ഉരുളക്കിഴങ്ങ്, മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് നീളത്തിൽ അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഇനി അതിലോട്ട് 2 ടേബിൾ സ്പൂൺ ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കണം. പിന്നെ ഇതിലേക്ക് ചേർക്കേണ്ടത് ക്യാബേജാണ്. ക്യാബേജ് 1/2 കപ്പ് ക്യാബേജ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം, ചെറുതായിട്ട് അരിഞ്ഞത്. പിന്നെ ഒരു തക്കാളി പൊടിയായിട്ട് അരിഞ്ഞുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം മിക്സ് ചെയ്യാനായിട്ട്. ഒരു 2 മിനിറ്റോളം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഹൈ ഫ്ലെയിമിലിട്ടിട്ട്. അതിനുശേഷം നമുക്ക് ഇല്ലെങ്കിൽ ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഉപ്പ് ചേർത്തതിന് ശേഷം നമുക്ക് ഒരു 2 മിനിറ്റോളം അടച്ചു വയ്ക്കാം. 2 മിനിറ്റ് കഴിഞ്ഞു. അപ്പോൾ 2 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമുക്ക് തുറന്നതിന് ശേഷം ഒന്നും കൂടി ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് കുരുമുളകിൻ്റെ പൊടിയാണ്. ഒരു 1/2 ടീസ്പൂണോളം കുരുമുളകിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണോളം ഇടിച്ച മുളകും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ എരിവ് നോക്കിയിട്ട് വേണം ചേർക്കാനായിട്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇതും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് 2 മിനിറ്റ് കൂടി വീണ്ടും ഒന്ന് അടച്ചു വയ്ക്കാം. ഇതിപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞു, മൊത്തം 4 മിനിറ്റ് കഴിഞ്ഞു. അപ്പോൾ നന്നായിട്ട് കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് എടുത്ത് വയ്ക്കാം. ഇത് നമ്മൾ അടച്ചു വെച്ചിരിക്കുന്ന മാവ് 15 മിനിറ്റ് ആയിട്ട് ആ മാവ് നമുക്ക് എടുത്തതിന് ശേഷം ഒന്നും കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് കുഴച്ച് കൊടുക്കാം ചെറുതായിട്ട്. അതിനുശേഷം നമ്മുടെ കയ്യിൽ കുറച്ച് എണ്ണ പുരട്ടിയതിന് ശേഷം ചെറിയ ഉരുളകളായിട്ട് നോക്കി ഒന്ന് എടുക്കാം. നമ്മൾ സാധാരണ ചപ്പാത്തിക്ക് എടുക്കില്ല, ആ ഒരു പാകത്തിന് എടുത്താൽ മതിയാവും. ഇനി നമുക്കത് പരത്തിയെടുക്കണം. പരത്തിയെടുക്കുമ്പോൾ നമ്മൾ ചപ്പാത്തിക്ക് വരുത്തുന്ന പോലെ തന്നെ പരത്തിയാൽ മതിയാവും. പക്ഷെ അധികം തിക്കാവരുത്, അതുപോലെ തന്നെ തിന്നും ആവരുത്. അങ്ങനെ എല്ലാ മാവും നമുക്ക് പരത്തിയെടുക്കാം. ഇപ്പോൾ ഞാൻ കുറച്ചുകൂടി പരത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു പാൻ ചൂടാക്കിയതിന് ശേഷം നമുക്ക് ആ പരത്തി വെച്ചിരിക്കുന്നത് 2 സൈഡും ചെറുതായിട്ടൊന്ന് പകുതി ഒന്ന് വേവായിട്ട് എടുക്കാം. മുഴുവനായിട്ട് വേവിക്കരുത്, പകുതി വേവായിട്ട് 2 സൈഡും എടുക്കണം. അതിനുശേഷം നമുക്ക് അതിൻ്റെ ഒരു സൈഡിലോട്ട് കുറച്ച് ടൊമാറ്റോ സോസ് തേച്ച് കൊടുക്കാം അതിൻ്റെ എല്ലാ ഭാഗത്തേക്കും. അതിനുശേഷം നമ്മൾ ആ സ്റ്റഫ് ചെയ്യാനായിട്ട് വെച്ചിരിക്കുന്ന മസാല എല്ലാം അതിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇത് പതുക്കെ ഇങ്ങനെ മടക്കി കൊടുക്കാം. അതിനുശേഷം പാൻ ചൂടാക്കി അതിലോട്ട് ബട്ടർ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നത് വച്ച് കൊടുക്കാം. ഇനി 2 സൈഡ് ഒരു ഗോൾഡൻ കളർ ആവുന്നവരെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം ബട്ടറിൽ. ഇപ്പോൾ 2 സൈഡും നല്ല കളറൊക്കെ മാറി നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇത് പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിന്ന് പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള പലഹാരമാണ് കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. അതുപോലെ വെറൈറ്റി ആയിട്ടൊരു പലഹാരമാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി വെക്കണം. ഉണ്ടാക്കി നോക്കിയതിന് ശേഷം ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതോടുകൂടി തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക. ബൈ.